ഒരു കഥ കേൾക്കാം. കഥയുടെ പേര് പ്രേതവും പ്രേതാത്മനും. പ്രേതകഥകൾ മാത്രം എഴുതുന്ന ഒരു കഥാകൃത്താണ് പ്രേതാത്മൻ. പേര് കേട്ട് ചിരിക്കണ്ട, അത് അയാളുടെ തൂലികാനാമമാണ്. പുള്ളിക്കാരൻ ഒരു വ്യത്യസ്ത വ്യക്തിയാണ്. ഒരു സ്ഥലത്ത് സ്ഥിരമായി താമസിക്കാറില്ല. മനുഷ്യവാസം ഇല്ലാത്തതും താമസക്കാർ കുറവുള്ളതുമായ സ്ഥലങ്ങൾ കണ്ടെത്തി വീട് വാടകയ്ക്കെടുക്കും. ഇല്ലെങ്കിൽ ആൾവാസമില്ലാതെ കിടക്കുന്ന ഒറ്റപ്പെട്ട വീടുകളിൽ കുടിയേറും. യാത്ര എഴുത്ത് ഇതാണ് കക്ഷിയുടെ പണി. യാത്രകൾക്ക് രാത്രിയും പകലും വേർതിരിവില്ല. ഊണും ഉറക്കവും വളരെ കുറവാണ്. നടന്നുള്ള സഞ്ചാരമാണ് പ്രേതാത്മന് ഏറെ ഇഷ്ടം. സാധാരണ മനുഷ്യരൊക്കെ പോകാൻ പേടിക്കുന്ന ഒറ്റപ്പെട്ട സ്ഥലങ്ങൾ, കാടും മലയും കാട്ടരുവികളും പാറക്കെട്ടുകളും ഗുഹകളും, അങ്ങനെ നീണ്ടുപോകും സഞ്ചാര സ്ഥലങ്ങൾ. ഒറ്റയ്ക്ക് മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ തന്നെ ആളൊരു ഒറ്റയാനാണ്. എഴുത്തു തുടങ്ങിയാൽ കട്ടൻ ചായ എപ്പോഴും മുന്നിൽ ഉണ്ടാവും. മാനസികമായ പിരിമുറുക്കവും ശാരീരികമായ ക്ഷീണം അനുഭവപ്പെടുമ്പോൾ മാത്രമാണ് മദ്യപാനം. കുടി തുടങ്ങിയാൽ കുടിച്ച് ബോധമില്ലാതെ കിടക്കും. അതാണ് ശീലം. ഭക്ഷണം ഒന്നും കഴിക്കാതെ മദ്യം മാത്രം കുടിച്ചുകൊണ്ട് ദിവസങ്ങളോളം ബോധമില്ലാതെ കിടക്കും. പിന്നെ പതിയെ കുടി നിർത്തി എഴുന്നേൽക്കും. മനസ്സും ശരീരവും ശുദ്ധീകരിക്കുകയാണെന്നാണ് കക്ഷി പറയുന്നത്. ബോധം ഇല്ലാത്ത അവസ്ഥയിൽ മനസ്സിനും ബുദ്ധിക്കും വിശ്രമമാണല്ലോ. ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ശരീരവും വിശ്രമത്തിലാണ്. പ്രേതകഥകൾ എഴുതുമെങ്കിലും ആളൊരു നിരീശ്വരവാദിയാണ്. എന്നാൽ പ്രേതാത്മൻ്റെ കഥകൾ വായിച്ചാൽ ഈ ഭൂമി നിറയെ പ്രേതങ്ങളാണെന്ന് തോന്നിപ്പോകും. ഒരു ദിവസം പുള്ളി എഴുതിക്കൊണ്ടിരുന്ന ഒരു പേപ്പർ എടുത്ത് ഞാനൊന്ന് വായിച്ചു. പ്രേതങ്ങൾ ഇല്ലെന്ന് വിശ്വസിക്കുന്ന പ്രേതാത്മൻ പ്രേതങ്ങളെ തരംതിരിച്ച് അവരുടെ വ്യത്യസ്ത സ്വഭാവങ്ങൾ എഴുതി വച്ചിരിക്കുകയാണ്. ആത്മാക്കൾ പലവിധമാണ്. സാധാരണ ആത്മാക്കൾ ആർക്കും ഒരു ശല്യവും ചെയ്യില്ല. ദുർമരണം, അപകടമരണം സംഭവിച്ചവരുടെ ആത്മാക്കൾ മാത്രമേ ഭൂമിയിൽ അലഞ്ഞു നടക്കുകയുള്ളൂ. സ്വാഭാവിക മരണം സംഭവിച്ചവരുടെ ആത്മാക്കൾ പോകുന്ന ലോകത്തേക്ക് താൽക്കാലികമായി അവർക്ക് പ്രവേശനം ഇല്ല. അകാലത്തിൽ പൊലിഞ്ഞുപോയ മനുഷ്യജന്മത്തെ ഓർത്ത് നിരാശയോടെ അലഞ്ഞു നടക്കും. പിന്നെയുള്ളത് ദുരാത്മാക്കൾ. അകാലത്തിൽ അപകടത്തിലും ആത്മഹത്യയിലും ജീവനും ശരീരവും നഷ്ടമായ ദുഷ്ടരായ മനുഷ്യരുടെ ആത്മാക്കൾ. അവർ മനുഷ്യനെ ഭയപ്പെടുത്തും, പലവിധത്തിലും ഉപദ്രവിക്കും. പിന്നെയുള്ളത് രക്ഷസ്, രക്തരക്ഷസ്. മനുഷ്യനെ കൊല്ലുകയും രക്തം കുടിക്കുകയും ചെയ്യും. ഇനിയുണ്ട് പല ഇനങ്ങൾ. ഞാൻ വായിക്കുന്നത് കണ്ട് പ്രേതാത്മന് അത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് മുഖഭാവത്തിൽ നിന്ന് മനസ്സിലായി. ആ നോട്ടം കണ്ടപ്പോഴേ ഞാൻ വായന നിർത്തി. എവിടെയെങ്കിലും പ്രേത സാന്നിധ്യം ഉണ്ടെന്നറിഞ്ഞാൽ പിന്നെ ഒരു പോക്കാണ്. പകലോ രാത്രിയെന്നോ ഇല്ലാതെ ദിവസങ്ങളോളം അവളെ ചുറ്റിക്കറങ്ങും. ഞാൻ പുള്ളിയോട് ചോദിച്ചു, ദൈവം ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് പലയിടത്തും അത്ഭുതങ്ങൾ നടക്കുന്നത്? പെട്ടെന്നായിരുന്നു മറുപടി. മനുഷ്യൻ യന്ത്രമനുഷ്യനെ നിർമ്മിക്കുന്നു, അതിനെ കൊണ്ട് പലതും ചെയ്യിക്കുന്നു. മനുഷ്യന് പൊക്കിയെടുക്കാൻ കഴിയാത്ത ഭാരം ക്രെയിൻ കൊണ്ട് എടുപ്പിക്കുന്നു. ക്രെയിൻ നിർമ്മിച്ചതാരാണ്? മനുഷ്യൻ. ദൈവത്തെയും മനുഷ്യൻ നിർമ്മിച്ചു. ആവശ്യമുള്ളവർ ഇപ്പോഴും നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. കല്ലാലും ലോഹങ്ങളാലും നിർമ്മിക്കുന്ന ദൈവങ്ങളുടെ രൂപങ്ങൾക്ക് മന്ത്രങ്ങൾ കൊണ്ട് ദൈവിക ശക്തി ഉണ്ടാക്കിയെടുക്കുന്നു. മനസ്സിൽ സങ്കല്പിച്ച് പ്രാർത്ഥനയാൽ ദൈവിക ശക്തിയെ നിർമ്മിക്കുന്നു. മന്ത്രങ്ങൾക്ക് ശക്തിയുണ്ട്. അതിനേക്കാൾ ശക്തിയുണ്ട് മനുഷ്യൻ്റെ മനസ്സിന്. എന്നാൽ ജീവനുള്ള ശരീരത്തിൽ ഉത്ഭവിച്ച് നിലകൊള്ളുന്ന മനസ്സിന് അമാനുഷികമായി ചിന്തിക്കാനേ കഴിയൂ. ശരീരത്തെ കൊണ്ട് പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല. അതിനാൽ മനുഷ്യൻ ബുദ്ധിയും മനസ്സും മന്ത്രങ്ങളും ഉപയോഗിച്ച് മനുഷ്യന് അതീതമായ ഒരു അദൃശ്യ ശക്തിയെ നിർമ്മിക്കുന്നു. വിശ്വാസത്തോടെ വിളിച്ചാൽ വരും. ആ ശക്തിയെ കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. ആ ശക്തിയെ
ദൈവം എന്ന് വിളിക്കാം. അപ്പോൾ ദൈവത്തെ നിർമ്മിച്ചതാരാണ്? ചോദ്യത്തിന് ഉടൻ ഉത്തരം മുട്ടിക്കുന്ന ചോദ്യങ്ങളും ഉണ്ടാവും. അടിസ്ഥാനമുള്ളതാണോ അല്ലയോ, ഇതൊക്കെ പ്രേതാത്മൻ്റെ ചിന്തകൾ മാത്രം. അങ്ങനെ ഇരിക്കെ പുള്ളിക്കാരന് ഒരു പണി കിട്ടി. എട്ടിൻ്റെ പണിയെന്നൊക്കെ പറയില്ലേ, അതുതന്നെ. പ്രേതാത്മൻ്റെ വിശ്വാസങ്ങളൊക്കെ തകിടം മറിക്കുന്ന അനുഭവമായിരുന്നു അത്. എന്താണെന്ന് കേൾക്കാം. ഒരു സ്ഥലത്ത് പ്രേത സാന്നിധ്യം ഉള്ളതായി യാത്രകൾക്കിടയിൽ പ്രേതാത്മന് ഒരറിവ് കിട്ടി. രാത്രികാലങ്ങളിൽ മാത്രമല്ല, പകൽ നട്ടുച്ച സമയത്തും പ്രേത സാന്നിധ്യം അവിടെ അനുഭവപ്പെടുന്നതായി അറിയാൻ കഴിഞ്ഞു. പിന്നെ ഒന്നും ആലോചിച്ചില്ല, പ്രേതാത്മൻ അങ്ങോട്ട് വച്ച് പിടിച്ചു. രാത്രികാലങ്ങളിൽ പ്രേതത്തെ തേടിയിറങ്ങുന്ന പ്രേതാത്മൻ പകൽ സമയം അവിടെ പോയി സ്ഥലമെല്ലാം പരിചിതമാക്കുന്നത് പതിവാണ്. പ്രേതം പിശാചിനെയൊക്കെ പേടിയില്ലെങ്കിലും ഇഴജീവികൾ, മൃഗങ്ങൾ എന്നിവയെ കരുതണമല്ലോ. അതിനുവേണ്ടി ടോർച്ച്, മെഴുകുതിരി, ലൈറ്റർ, പിന്നെ എന്തെങ്കിലും ആയുധം, കുടിവെള്ളം വരെ കരുതും. ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു തോൾസഞ്ചി ഉണ്ടാവും കയ്യിൽ. പോകുന്ന ദിവസമോ സമയമോ ആരോടും പറയില്ല. കാരണം പിശാചിനെ പേടിയില്ലെങ്കിലും മനുഷ്യനെ പേടിയാണ്. പോകുമ്പോൾ അല്പം കഴിക്കുന്ന പതിവുണ്ട്. പകൽ സന്ദർശനത്തിന് പോയപ്പോൾ വയലിൻ്റെ കരയിൽ പാറപ്പുറത്തിരുന്ന് ചിലർ മദ്യപിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് മദ്യപാനം അവിടെ തന്നെയെന്ന് തീരുമാനിച്ചു. ചെറിയ ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ മുന്നോട്ട് നീങ്ങി. പാടവരമ്പിലൂടെ അല്പദൂരം നടന്നപ്പോൾ പാടത്തേക്ക് ചരിഞ്ഞു ഇറങ്ങി പരന്നു കിടക്കുന്ന പാറ കണ്ടു. പാറമേൽ ഇരുന്നു. പിന്നെ പാറപ്പുറത്ത് മലർന്നു കിടന്നു. അല്പനേരം കഴിഞ്ഞ് എഴുന്നേറ്റു. നിലാവിൻ്റെ അരണ്ട വെളിച്ചത്തിലിരുന്നു മദ്യസേവ ആരംഭിച്ചു. രാത്രികാലങ്ങളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നത് പ്രേതാത്മന് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് പോകാമെന്ന് തീരുമാനിച്ചു. എഴുന്നേറ്റു നിന്നാൽ കാലുറയ്ക്കാത്ത പരുവമായി. ഇര തേടിയിറങ്ങിയ രാത്രി സഞ്ചാരികളുടെ ശബ്ദം, കോലാഹലങ്ങൾ ഒക്കെ കേൾക്കാം. ചിലരൊക്കെ ഓടിമറയുന്ന ശബ്ദം ചെറു വെളിച്ചത്തിൽ കാണാം. ചിലരൊക്കെ ഓടിമറയുന്നത് ചെറു വെളിച്ചത്തിൽ കാണാം. തേടിപ്പിടിച്ച ഇരയെ പങ്കിടുന്നതിൻ്റെ കഴിവിടിയും ബഹളവും ഇരുണ്ട കാടിൻ്റെ മറവിൽ നിന്ന് കേൾക്കാം. ദൃശ്യമല്ലാത്ത 2 കണ്ണുകൾ എല്ലാം കാണുന്നുണ്ടായിരുന്നു. പ്രേതാത്മൻ മെല്ലെ എഴുന്നേറ്റു. പാറപ്പുറത്ത് ചുവടൊക്കെ ഉറപ്പിച്ച് നിവർന്നു നിൽക്കാൻ ശ്രമിച്ചു. കാലുറയ്ക്കുന്നില്ല എങ്കിലും അല്പനേരം നിന്നു. പിന്നെ പതുക്കെ നടന്നു. കുഴപ്പമില്ലെന്ന് തോന്നി. വേണ്ടാത്ത സാധനങ്ങൾ അവിടെ ഉപേക്ഷിച്ച് വേണ്ടതെല്ലാം എടുത്ത് തോൾസഞ്ചിയിലാക്കി. നടവരമ്പിലൂടെ ടോർച്ച് തെളിച്ച് മെല്ലെ നടന്നു. വരമ്പിൻ്റെ ഇടതുവശം കാടാണ്, വലതുവശം വയലും. നടത്തത്തിന് അല്പം ബാലൻസ് കുറവുണ്ട്. എന്നാലും ആടിയുലഞ്ഞ് പതുക്കെ മുന്നോട്ട് നടന്നു. അതാ മുന്നിൽ പ്രകാശിക്കുന്ന 2 കണ്ണുകൾ. അയാൾ അതിനെ അടുത്തെത്തി നിന്നു. കാലുകൾ പിന്നിലേക്ക് നീട്ടി, കൈകൾ മുന്നോട്ട് നീട്ടിവെച്ച്. വരമ്പിന് കുറുകെ വഴിയടച്ച് കിടക്കുന്നു കറുകറുത്തൊരു കാട്ടുപൂച്ച. അത് അവനെ തന്നെ തുറച്ചു നോക്കി. ചുവന്നു തിളങ്ങുന്ന കണ്ണുകളുടെ ഭീകരമായ നോട്ടം ആരും ഭയന്നു പോകും. പ്രേതാത്മൻ കാലുയർത്തി പൂച്ചയുടെ നേരെ വീശി. വരണ്ട ശബ്ദത്തിൽ മുരണ്ടുകൊണ്ട് കാട്ടിലേക്ക് ഒറ്റക്കുതിപ്പ്. മരക്കൊമ്പിലിരുന്ന മൂങ്ങ ശബ്ദമുണ്ടാക്കിയതും ഒരുമിച്ചായിരുന്നു. ഓർക്കാപ്പുറത്തായതിനാൽ പ്രേതാത്മൻ ഒന്ന് ഞെട്ടിപ്പോയി. പിന്നെയും മുന്നോട്ട് തന്നെ നടന്നു. പൈശാചികവും അദൃശ്യവുമായ 2 രക്തക്കണ്ണുകൾ പിന്തുടരുന്നത് പ്രേതാത്മൻ അറിഞ്ഞില്ല. പ്രേതത്തെ കാണാഞ്ഞതിൽ പ്രേതാത്മന് ദേഷ്യം വന്നു. ഉച്ചത്തിൽ സംസാരിക്കാൻ തുടങ്ങി. അന്ധവിശ്വാസികളുടെ വാക്ക് കേട്ട് പ്രേതത്തെ കാണാൻ വന്ന ഞാനാണ് വിഡ്ഢി. എവിടെടാ പ്രേതമേ നീയൊക്കെ ഒളിച്ചിരിക്കുന്നത്? യക്ഷികളെ നീയൊക്കെ എവിടെയാണ്? വരൂ, ഞാനൊന്ന് കാണട്ടെ. മദ്യലഹരിയിൽ പുലമ്പിക്കൊണ്ടിരുന്നു. ഇടയ്ക്കിടെ തെറിവാക്കുകളും പറയുന്നുണ്ട്. ടോർച്ച് തെളിച്ച് ചുറ്റും നോക്കിക്കൊണ്ട് വായിൽ തോന്നിയ പാട്ടും പാടി മുന്നോട്ട് നടന്നു. അല്പം അകലെയായി അപ്രതീക്ഷിതമായി ഒരു രൂപം പ്രത്യക്ഷമായി. കൂരിരുട്ടിൽ നിലാവിൻ്റെ അരണ്ട വെളിച്ചത്തിൽ പ്രേതാത്മൻ കണ്ടു.
പിടിച്ചു നിർത്തിയതുപോലെ പെട്ടെന്ന് നിന്നുപോയി. അപ്രതീക്ഷിതമായതിനാൽ പ്രേതാത്മൻ ഒന്ന് ഭയന്നെങ്കിലും ഭയം വിട്ടെറിഞ്ഞ് മുന്നോട്ട് നടന്നു. ആ രൂപവും മുന്നോട്ട് നീങ്ങി. വെളുത്തു വസ്ത്രധാരിയായ ആ സ്ത്രീരൂപം കണ്ടതും ടോർച്ചിൻ്റെ വെളിച്ചം അണഞ്ഞുപോയി. തട്ടിയും മുട്ടിയും ഒക്കെ നോക്കി. ടോർച്ച് കത്തുന്നില്ല. പ്രേതാത്മൻ അടിമുടി വിയർത്തു. ഷർട്ടും പാൻറ്റും നനഞ്ഞു. ശരീരത്തിൽ ഒട്ടിപ്പിടിച്ചു. വെള്ളം ഒഴിച്ചതുപോലെ തലയിൽ നിന്ന് വിയർപ്പ് മുഖത്തുകൂടി ഒലിച്ചിറങ്ങി. ഇടതുഭാഗം കാലിൻ്റെ ഇരുട്ട്. വയലായതിനാൽ വലതുഭാഗത്ത് ചെറിയ വെളിച്ചത്തിൽ അവൻ വ്യക്തമായി കണ്ടു. മുന്നിൽ 10 മീറ്ററോളം അകലെ നീണ്ടു ചിതറിയ മുടിയും പാദം വരെ നീണ്ട വെള്ള ഗൗണും ധരിച്ച ഒരു സ്ത്രീരൂപം നിൽക്കുന്നു. വിശ്വാസം ഇല്ലായ്മ ധൈര്യം പകർന്നു. അവൻ ആ രൂപത്തിനടുത്തേക്ക് നടന്നു. ചന്ദ്രൻ കാർമേഘങ്ങൾക്ക് ഇടയിൽ നിന്ന് എത്തി നോക്കിയതിനാൽ അവിടെ അല്പം കൂടി വെളിച്ചം പടർന്നു. ആ സ്ത്രീരൂപത്തെ വ്യക്തമായി കണ്ടു. അവൻ നടക്കുന്നതിനൊപ്പം ആ രൂപം മുന്നോട്ട് നീങ്ങുകയാണ്. അവൻ വേഗത്തിൽ നടന്നു. അവൾക്കൊപ്പം എത്താൻ വേഗത കൂട്ടി. കുറേ ദൂരം നടന്നു. ഓടുകയും ചെയ്തു. എന്നിട്ടും അവർ തങ്ങളിലുള്ള ദൂരം കുറയുന്നില്ലെന്ന് പ്രേതാത്മന് മനസ്സിലായി. പിന്നെ അയാൾ ഉച്ചത്തിൽ വിളിച്ചു, ഹലോ, ഒന്ന് നിൽക്കണേ, ഒന്ന് കാണാനാണ്. മുന്നോട്ട് ഓടുന്നതിനിടയിൽ അവൻ വീണ്ടും വിളിച്ചു, ഒന്ന് നിൽക്കണേ, എനിക്കിനി ഓടാൻ വയ്യ, ഞാൻ ക്ഷീണിച്ചു. അവൻ അവിടെ നിന്ന് കിതച്ചു. ശ്വാസം വലിച്ചു വിട്ടു. അവൾ ആ നിശ്ചിത അകലത്തിൽ തന്നെ നിൽപ്പുണ്ട്. അവൾ നിൽക്കുന്നത് കണ്ട് അവൻ വേഗത്തിൽ അവളുടെ അടുത്തേക്ക് ഓടി. അവളും മുന്നോട്ട്. ദേ, ആ മുഖം ഒന്ന് കാണിച്ചിട്ട് പോകൂ. പെട്ടെന്ന് അവൾ നിന്നു. നിനക്ക് പ്രേതത്തെ കാണണം അല്ലേടാ? ആ ശബ്ദം അവിടെ മാകെ മുഴുങ്ങി അലയടിച്ചു. നിനക്കെൻ്റെ മുഖം കാണണം അല്ലേടാ? കാണടാ. അവളുടെ തല മാത്രം തിരിഞ്ഞു. ഉടലിൽ നിന്ന് തല വേർപെട്ടു. പ്രേതാത്മൻ്റെ നേരെ വന്നു. ആ മുഖം കണ്ട് പ്രേതാത്മൻ ഭയന്ന് വിറച്ചു. ഉച്ചത്തിൽ നിലവിളിച്ചു. നീണ്ടു ചിതറിയ മുടിക്കുള്ളിൽ അവളുടെ വികൃതമായ ഭീതിപ്പെടുത്തുന്ന മുഖം കണ്ട് അവൻ ഞെട്ടി വിറച്ചു നിന്നു. കഴുത്തിൻ്റെ മുറിപ്പാടിൽ നിന്ന് രക്തം വാർന്നൊഴുകുന്നു. മനുഷ്യ ശരീരം പോലെ തോന്നിക്കുന്ന ആ രൂപം തിരിയാതെ അവിടെ തന്നെ നിന്നു. മുഖം വായുവിലൂടെ ഒഴുകി അവൻ്റെ നേരെ വരുന്നതിനോടൊപ്പം ഭീമാകാരമായ വലിപ്പം കൂടിക്കൊണ്ടിരുന്നു. ഒരു മനുഷ്യനെ വിഴുങ്ങത്തക്കവണ്ണം വായു വലുതായി. അത് കണ്ട് അവൻ അലറി കരഞ്ഞുകൊണ്ട് കൈകൾ ഉയർത്തി അടുത്തേക്ക് വരുതേ എന്ന് ആംഗ്യം കാണിച്ചു. രക്തം വാർന്നു വീഴുന്ന അവളുടെ വൃത്തികെട്ട വികൃതമായ മുഖമുള്ള തല അവൻ്റെ അടുത്തെത്തിയതും അവൻ ബോധം കെട്ട് നിലത്ത് വീണു. അടുത്ത ദിവസം സായാഹ്നം പ്രേതാത്മൻ കണ്ണുകൾ തുറന്നു. ഏതോ ആശുപത്രിയിൽ ചുറ്റിനും വീട്ടുകാരും ബന്ധുക്കളും സുഹൃത്തുക്കളും പ്രേതാത്മനെ തന്നെ നോക്കി നിൽക്കുന്നു. ആരുടെയും മുഖത്ത് ദുഃഖം കാണുന്നില്ല, മറിച്ച് കളിയാക്കുന്ന ഒരു പുഞ്ചിരി. കൂട്ടത്തിൽ ഒരു സുഹൃത്തിൻ്റെ വക കളിയാക്കൽ. അങ്ങനെ പ്രേതം ഇല്ലെന്ന് ബോധ്യമായി.